ചക്രവ്യൂഹം സൃഷ്ടിച്ചവർ കേരളത്തിന്റെ മണ്ണിലുണ്ട്. ആർക്കെതിരെ? അദ്ദേഹത്തിന്റെ നേതാവിനെതിരെ പത്മവ്യൂഹം സൃഷ്ടിച്ചവർ ഈ നാട്ടിലുണ്ട് എന്ന് അദ്ദേഹം കവിതയിലൂടെ എഴുതിയിരിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, അഭിമന്യുവിനെ പോലെ ചക്രവ്യൂഹത്തിനകത്താക്കി പോയി അദ്ദേഹത്തിന്റെ മുൻ നേതാവിനെ എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ശരിയാണത്. അങ്ങനെ ഒരു ചക്രവ്യൂഹം, അഴിമതിയുടെ വലിയ അഴിമതിയുടെ ചക്രവ്യൂഹത്തിനകത്ത് വേദിയിലും സദസ്സിലുമുള്ള സ്നേഹനിധികളായിട്ടുള്ള സഹോദരി സഹോദരന്മാർ, മാധ്യമ സുഹൃത്തുക്കൾ, ജനാധിപത്യ വിശ്വാസികളെ ഏവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. ഇന്ന് തൃശ്ശൂരിൽ തന്നെ രാവിലെ വിപുലമായിട്ടുള്ള ഒരു പരിപാടി മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നമ്മളൊക്കെ കണ്ടു. രാവിലെ ഞാൻ പാലക്കാട്ടേക്ക് പോകുന്ന വഴിയിൽ വിവിധങ്ങളായിട്ടുള്ള വാഹനങ്ങളിൽ ആളുകളെ കയറ്റി അത് തേക്കൻകാട് മൈതാനിയിൽ വന്ന് ചില ആളുകൾ ഇറങ്ങുന്നു, ചില ആളുകൾ അപ്പുറത്തിറങ്ങുന്നു. അങ്ങനെ അവരുടെ വിപുലമായിട്ടുള്ള യോഗം കണ്ടപ്പോ വളരെ സങ്കടം തോന്നി. കാരണം ശ്രീമാൻ സുരേഷ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ സഹകരണ സംഘത്തിൽ നിന്ന് കോടാനുകോടി രൂപ കൊള്ളയടിച്ച് സഹകരണ സംഘം വഴി കോടിക്കണക്കിന് രൂപ വെളുപ്പിച്ച് തെറ്റെല്ലാം നടന്നുവെന്ന ബോധ്യമായിട്ട് ഏറ്റവും ആദ്യം കേന്ദ്ര ഏജൻസി അല്ല അന്വേഷിച്ചത്. ആദ്യം അന്വേഷിച്ചത് കേരള പോലീസാണ്. ആ കേരള പോലീസ് അന്വേഷിച്ചപ്പോ പോലീസ് കണ്ടെത്തി. എന്താ കണ്ടെത്തിയത്? ഒരു പ്യൂണും അവിടുത്തെ ഒരു സെക്രട്ടറിയും അവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു സഹോദരിയും CPIയുടെ മറ്റൊരു സഹോദരിയും ഇവരൊക്കെ ചേർന്നുകൊണ്ടാണ് ഈ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തത് എന്ന് ബുദ്ധിമാന്മാരുള്ള കേരള പോലീസിലെ അരിവാള് പോലെ നട്ടല് വളച്ച് പിണറായി വിജയന്റെ മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന പോലീസുകാർ കണ്ടെത്തി. ഈ സഹോദരിമാരാണ് ഉൾപ്പെടെയുള്ള ഒരു ചെറിയ ടീമാണ് ഈ 128 കോടിയിൽ പരം വരുന്ന തുക അടിച്ചു മാറ്റിയെടുത്തത്. എന്നിട്ടോ അവരെ ജയിലിലേക്ക് അയക്കാൻ ഓർഡർ ഇട്ടു. അപ്പൊ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ബഹുമാനപ്പെട്ട ഗോവിന്ദൻ മാഷോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, 128 കോടി രൂപ കട്ടുവെന്ന് നിങ്ങളുടെ പോലീസ് പറഞ്ഞ, അപ്പൊ ലോക്കൽ നേതാക്കന്മാര് കട്ട് അവര് ജയിലിൽ പോയാൽ ഒരു പ്രശ്നവുമില്ല അല്ലേ മാഷെ? ഒരു കുഴപ്പമില്ല. ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലാണ് എന്നുള്ള രീതിയിൽ ഈ കളവിനും ഈ വലിയ മാഫിയ സംഘത്തിനും നേതൃത്വം കൊടുത്തവന്മാര് സ്വന്തം ഭാര്യമാരോടൊപ്പം സുന്ദരമായിട്ട് അവരുടെ വീടുകളുടെ മുറിക്കുള്ളിൽ കിടന്നുറങ്ങുമ്പോ ഈ പാവപ്പെട്ട സ്ത്രീകളെ ജയിലിലേക്ക് അയച്ചു. എന്നിട്ടോ അവര് ജയിലിൽ നിന്ന് ഇറങ്ങിയില്ലെങ്കിലും ഒരു കുഴപ്പവും ഗോവിന്ദൻ മാഷിയുടെ പാർട്ടിക്കില്ല. ഒരു മുദ്രാവാക്യം വിളിയില്ല, ഒരു ഇൻകുലാബ് സിന്ദാബാദ് ഇല്ല. ആരെയും വാഹനത്തിൽ കൊണ്ടിറക്കിയിട്ട് പോലീസ് തെറ്റ് ചെയ്തു എന്ന് പറയാൻ ഒരു മുദ്രാവാക്യം വിളിക്കാൻ ഒരുത്തൻ പോലും ഈ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഉണ്ടായില്ല. എന്താ കാരണം? അത് പ്രാദേശികമായിട്ട് ആ സ്ത്രീകളുടെ തലയിൽ നിങ്ങൾ കെട്ടിവെച്ച് ഇത് അവസാനിക്കുമെന്നാണ് നിങ്ങൾ കരുതിയത്. എന്നാൽ തെറ്റി. എന്താണ്? നിങ്ങളുടെ പാർട്ടിയുടെ നേതൃത്വം അഴിമതി കൊണ്ട് അധികാരം നഷ്ടപ്പെടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് ആണ് പിണറായി വിജയന്റെ ഗവൺമെന്റ് എന്ന് ഈ അഴിമതിയിലൂടെ പൊതുസമൂഹത്തിന് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ആഗ്രഹിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടി പറയാൻ ആഗ്രഹിക്കുന്നത്, കേരളത്തിൽ കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്ത് പാവപ്പെട്ടവരുടെ മടിക്കുത്ത് അഴിച്ച് അതിലുള്ള നാണയത്തുട്ടുകൾ എണ്ണിയെടുത്ത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയിട്ടുള്ള ഈ കള്ളന്മാരെ സഹായിക്കാൻ വേണ്ടി ഒരാൾ കണ്ണൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക് വന്നു. ആ വന്ന ആളുടെ പേരാണ് ശ്രീമാൻ സുരേഷ്. ഞാൻ പറയണ്ടല്ലോ, ആ വന്ന ആളാണ് സതീശൻ. പോലരിയിലെ സതീശന്റെ പരിപാടി എന്തായിരുന്നുവെന്ന് മാധ്യമ പ്രവർത്തകന്മാർ അന്വേഷിക്കണം. വൈകുന്നേരമായി കഴിഞ്ഞാൽ പോലരിയിലെ വാടകയ്ക്കെടുത്ത ഒരു വീട്ടിൽ പ്രമുഖരായിട്ടുള്ള പോലീസ് സേവാന്മാരും ചേർന്ന് മുച്ചിട്ട് കളിക്കും. പിന്നെയോ ആവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ പലതും ചെയ്തു കൊടുക്കും പോലീസ് അധികാരികൾക്ക്. അങ്ങനെ പോലീസിനെ നിഴലിൽ നിർത്തിക്കൊണ്ടായിരുന്നു കരിമന്നൂരിലെ തട്ടിപ്പ് കേസിന് നേതൃത്വം കൊടുത്ത മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവല്ലാത്ത ഈ സഹകരണ സംഘവുമായി അഭേദ്യമായി ബന്ധമുള്ള ഈ സതീശൻ. ആരാണ് ഈ സതീശൻ നമ്പ്യാര്? കണ്ണൂർക്കാരനാണ്. ഇത് എത്രയോ തവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ കണ്ണൂർക്കാരനായിട്ടുള്ള സതീശൻ നമ്പ്യാര് ഇവിടേക്ക് വന്ന് ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുമായി സഹകരിച്ച് വർഷങ്ങളോളം പ്രവർത്തിച്ച് അഴിമതി നടത്തി, കോടികൾ കളവ് നടത്തി, അവിടെ കള്ളപ്പണം വലിപ്പിച്ച് അങ്ങനെ സതീശൻ ഇപ്പോ ജയിലിനകത്ത് കഴിയുകയാണ് അല്ലെ? സതീശൻ ജയിലിനകത്ത് കഴിയുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെ നടക്കാൻ പോയ, കാര്യമായിട്ടൊന്നും വിദ്യാഭ്യാസമില്ലാത്ത, ഒരു പേപ്പർ കയ്യിൽ കിട്ടിയാൽ കറക്റ്റായിട്ട് അത് വായിക്കാൻ പോലും അറിയാത്ത, അത് തെറ്റല്ല. എത്രയോ ആളുകൾ വിവേകമുള്ളവരും അറിവുള്ളവരും വായിക്കാൻ അറിയാത്തവരും അറിയുന്നവരും ഒക്കെ കേരളത്തിലുണ്ട്.
അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. പക്ഷേ കാര്യമായി കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ അറിയാത്ത സതീശന്റെ കൂട്ടുകാരൻ അരവിന്ദാക്ഷൻ കുറെ നാൾ ജയിലിനകത്ത് കിടന്നു. അരവിന്ദാക്ഷൻ എവിടെ നിന്നാലും ജയിക്കും. എങ്ങനെ ജയിക്കും? മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിമാർക്ക് ഒരു പ്രത്യേക മമതയാണ് അരവിന്ദാക്ഷനോട്, ഒരു പ്രത്യേക സ്നേഹമാണ്. ചെരുപ്പ് കടയില് 300 രൂപ ശമ്പളത്തിൽ കണ്ണൂക്കാരൻ സതീശൻ നമ്പ്യാര് ഇവിടെ വന്ന് ജോലി ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? പിന്നെ എങ്ങനെയാണ് മുതലാളിയായത്? അങ്ങനെ സതീശൻ നമ്പ്യാരെ മുതലാളിയാക്കിയതിന്റെ പിറകിൽ പ്രവർത്തിച്ച മാർക്സിസ്റ്റ് പാർട്ടിയിലെ, ഞാനിത് പലവട്ടം പറഞ്ഞു, മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഉണ്ണാനും ഉടുക്കാനും ഇല്ലാതെ പൊതുപ്രവർത്തന രംഗത്തേക്ക് ഞങ്ങൾ എന്നെപ്പോലെയൊക്കെ കടന്നു വന്ന, കഷ്ടപ്പെട്ട് പൊതുപ്രവർത്തനം നടത്തിയെന്ന് അഭിമാനത്തോടുകൂടി വിളിച്ചു പറഞ്ഞ് തെക്കിങ്കര പഞ്ചായത്തിലെ ജനങ്ങളെ കബളിപ്പിച്ച് മന്ത്രി കസേരയിൽ വന്നപ്പോ കോടിക്കണക്കിന് രൂപ പാവപ്പെട്ടവന്റെ അന്നം മുടക്കിക്കൊണ്ട് കട്ടെടുത്ത ഈ AC മൊയ്തീൻ ഉൾപ്പെടെയുള്ളവരുടെ സന്തത സഹചാരികളായിരുന്നു ഈ സതീശനും അതുപോലെ തന്നെ സതീശന്റെ കൂട്ടുകാരനായിട്ടുള്ള അരവിന്ദാക്ഷനും. അവര് മാത്രമാണോ പ്രതികൾ? അവരെ മാത്രം പ്രതിപട്ടികയിലിട്ട് കാര്യം അവസാനിപ്പിക്കാമെന്നാണ് മുൻ മന്ത്രി മൊയ്തീനും. പിന്നെ നാണമുണ്ടോ? ചേലക്കരയിലെ ശ്രീമാൻ രാധാകൃഷ്ണൻ എങ്ങനെ ഇങ്ങനെ അകപ്പതിച്ചു പോയി അറിയില്ല. രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മനുഷ്യനെ രാഷ്ട്രീയ ഭേദമന്യേ ആളുകൾക്ക് ചെറിയ ഒരളവിൽ വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസം എങ്ങനെയാണെന്ന് അറിയുമോ? ഞാൻ ഇന്ന് രാവിലെ ഒരു മാസികയില് മുൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ശ്രീമാൻ സുധാകരൻ, മുൻ മന്ത്രി, റോഡിന്റെ മന്ത്രിയായിരുന്നു, ആലപ്പുഴക്കാരനാണ്, സുധാകരൻ സാർ എഴുതിയ ഒരു കവിത അതിന്ന് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ കവിതയിൽ പറഞ്ഞതുപോലെ എങ്ങനെ ഈ മുൻ മന്ത്രി രാധാകൃഷ്ണനൊക്കെ എത്തി എന്ന് എനിക്കറിയില്ല. ആ കവിത ഇങ്ങനെയാണ്. എന്താണ്? എനിക്ക് കവിത ചൊല്ലാനൊന്നും അറിയില്ല, പക്ഷേ ആ വാക്കുകൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. സുധാകരൻ സാർ പറയുകയാണ്, എന്താണ്? ഇന്നും യുവത നശിക്കാതിരിക്കുവാൻ ഇല്ലയാ ഗർജനം, എന്നാൽ ഉണ്ടാ മഹാൻ നമ്മോടൊപ്പം തലസ്ഥാന മന്ദിരം തന്നിൽ. നാം ഭാഗ്യമുള്ളോർ തൊട്ടടുത്തായി ജനസഭ, നീണ്ട നാൾ സത്യ നിയമനിർമ്മാണം കരളുറപ്പോടെ പോരാടിയ ജനസഭ. അതിങ്കലിൽ മുഖ്യനായി വാഴകാലം. ഒരു മുഖ്യമന്ത്രി ആ ജനസഭയ്ക്കകത്ത് സത്യസന്ധനായി നീണാൾ വാഴകാലത്തെ കുറിച്ചാണ് മുൻ മന്ത്രി സുധാകരൻ എഴുതുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വീണ്ടും വരാനായി കൊതിച്ചു നാമെങ്കിലും തുടർ ഭരണം, അച്യുതാനന്ദന് ഒരിക്കൽ കൂടി സിംഹാസനം കിട്ടാൻ നമ്മുടെ മുൻ മന്ത്രി പറയുകയാണ്, വീണ്ടും വരാനായി കൊതിച്ചു നാമെങ്കിലും യൂദാസുകൾ തീർത്ത പത്മവ്യൂഹം മുന്നിലായി കാണുവാൻ മുമ്പേ അറിയാതെ നഷ്ടമായി ഏറെ പടക്കളങ്ങൾ. അദ്ദേഹം പറയുകയാണ്, യൂദാസുകളാണ് ചുറ്റുമെന്നറിയാതെ, അവർ പടക്കളം തീർക്കുന്നുവെന്നറിയാതെ പത്മവ്യൂഹത്തിൽ അഭിമന്യുവിനെ അകപ്പെടുത്തിയതുപോലെ ആ മുൻ മുഖ്യമന്ത്രിയെ പടക്കളത്തിനകത്ത് അഭിമന്യുവാക്കി മാറ്റിയത് അറിയാതെയായി പോയി. അദ്ദേഹം പറയുകയാണ്, 3 പടക്കളം കൂടി ജയിച്ചെങ്കിൽ വാഴും ജനസഭാ മന്ദിരത്തിൽ തേര് തെളിക്കുന്ന നാഥനായി എന്ന് മുൻ മന്ത്രി ശ്രീമാൻ സുധാകരൻ അവരുടെ തന്നെ പാർട്ടിയിലെ ഒരു നല്ല നേതാവിനെ കുറിച്ച് എഴുതിയിട്ട് അദ്ദേഹം പറയുന്നു, പത്മവ്യൂഹം ഉണ്ടാക്കിയ, പത്മവ്യൂഹം സൃഷ്ടിച്ചവർ കേരളത്തിന്റെ മണ്ണിലുണ്ട്. ആർക്കെതിരെ? അദ്ദേഹത്തിന്റെ നേതാവിനെതിരെ പത്മവ്യൂഹം സൃഷ്ടിച്ചവർ ഈ നാട്ടിലുണ്ടായെന്ന് അദ്ദേഹം കവിതയിലൂടെ എഴുതിയിരിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, അഭിമന്യുവിനെ പോലെ ചക്രവ്യൂഹത്തിനകത്താക്കി പോയി അദ്ദേഹത്തിന്റെ മുൻ നേതാവിനെ എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ശരിയാണത്. അങ്ങനെ ഒരു ചക്രവ്യൂഹം, അഴിമതിയുടെ വലിയ അഴിമതിയുടെ ചക്രവ്യൂഹത്തിനകത്ത് കേരളത്തിലെ നല്ലവരായ സഖാക്കന്മാരെ ഇന്ന് ചക്രവ്യൂഹത്തിനകത്ത് ലക്ഷക്കണക്കിന് വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാരെ ആ ചക്രവ്യൂഹത്തിനകത്ത് കേരളത്തിന്റെ അഭിനവ തമ്പുരാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ പത്മവ്യൂഹത്തിനകത്ത് അടച്ചിരിക്കുകയാണ്. കുറച്ചു വെള്ളിക്കാശിന്, അല്ലെ, 30 വെള്ളിക്കാശിന് യേശുദേവനെ ഒറ്റിക്കൊടുത്ത യൂദാസിനെ ഓർമ്മിച്ചുകൊണ്ട് ശ്രീമാൻ സുധാകരൻ എഴുതിയ കവിതയിലെ വരികൾ പോലെ, പ്രിയപ്പെട്ടവരെ, വെള്ളിക്കാശിന് ജനങ്ങളുടെ ജീവിതത്തെ ഇല്ലായ്മ ചെയ്ത് അവനെ കൊല ചെയ്ത് കുരിശിൽ കിടന്ന യേശുദേവനെ പോലെ ഒരു തെറ്റും ചെയ്യാതെ കരുവന്നൂരിലെ പാവപ്പെട്ടവർ, മാധ്യമ സുഹൃത്തുക്കൾക്ക് ഓർമ്മയുണ്ടാകും, കരുവന്നൂരിലെ പാവപ്പെട്ടവൻ ജീവിക്കാൻ നിർവാഹമില്ലാതെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ സഹകരണ സംഘത്തിൽ കൊണ്ടുപോയിട്ട് പണം തിരിച്ചെടുക്കാൻ ചെന്നപ്പോ അങ്ങ് മാറി നിൽക്കണം തള്ളേ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച ഒരമ്മയെ ഞാനും നിങ്ങളും മറന്നിട്ടില്ല. പാവങ്ങളുടെ പണമെടുത്ത് കൊയ്തെടുത്ത് ചുണ്ടിച്ച് അതിൽ മതോന്മത്തരായിട്ട് നടക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ ഗതികെട്ട യൂദാസുമാർക്ക് കാവൽപ്പണി ചെയ്യണോ ഈ മാർക്സിസ്റ്റ് പാർട്ടിയിലെ നല്ലവരായിട്ടുള്ള സഖാക്കന്മാർ എന്നുകൂടി ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾ കടന്നു വരണം. നമുക്ക് ഈ ചക്രവ്യൂഹത്തെ ഭേദിക്കണം. നമുക്ക് ഈ ചക്രവ്യൂഹത്തെ ഭേദിക്കണം എന്ന് പറയുമ്പോ ഞങ്ങളുടെ അമ്മാവന്റെ മകനല്ല ഇടി എന്ന് നേരത്തെയും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നെന്താ നടക്കുന്നത്?
ഇന്ന് നടക്കുന്നത് അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിൽ അഴിമതിയുടെ പേരിൽ ആദ്യമായിട്ട് തോറ്റത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ പേര് രാജീവ് ഗാന്ധി. ബോഫോഴ്സ് അഴിമതി, രാജീവ് ഗാന്ധിയുടെ തോൽവി ഉണ്ടായി. അത് കഴിഞ്ഞപ്പോ നമ്മൾ കണ്ടു മൻമോഹൻ സിംഗ് 2 തവണ അധികാരത്തിൽ വന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു. 2 തവണ അധികാരത്തിൽ വന്നപ്പോ ഒരു തവണ പിണറായി വിജയന്റെ കൂട്ടുകാർ പുറമേ നിന്ന് പിന്താങ്ങി, 2ാമത്തെ തവണ അദ്ദേഹം തന്നെ UPA ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. 2 തവണ ഭരണകൂടത്തെ നയിച്ചപ്പോ ആകാശത്തിൽ അഴിമതി, ഭൂമിയിൽ അഴിമതി, പിന്നെ തുറന്ന അഴിമതി, പിന്നെ മുകളിൽ അഴിമതി, 2G സ്പെക്ട്രം ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും കൽക്കരി കുംഭകോണം ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് കോടി രൂപയുടെ അഴിമതി നടത്തിക്കൊണ്ട് UPA ഗവൺമെന്റ് മുന്നോട്ട് പോയപ്പോ അഴിമതിയുടെ പേരിൽ ഒരു പ്രധാനമന്ത്രിക്ക് ഈ രാജ്യത്ത് മാറി നിൽക്കേണ്ടി വന്നത് 5 കൊല്ലമല്ല. ശ്രീമാൻ നരേന്ദ്രമോദി 5 വർഷം ഭരിച്ചു, വീണ്ടും 5 വർഷം ഭരിച്ചു, വീണ്ടും 5 വർഷത്തേക്ക് ഇപ്പൊ അധികാര കേന്ദ്രത്തിലേക്ക് അദ്ദേഹം വന്നു. ഞാൻ സൂചിപ്പിച്ചത് അഴിമതി ചെയ്ത തെറ്റിന്റെ പേരിൽ ഇന്ത്യൻ ജനാധിപത്യം 10 വർഷക്കാലം 2 തവണ ഒരുപോലെ അധികാരം കയ്യിൽ വെച്ചുകൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ 56 സീറ്റിലേക്ക് ഒതുക്കി ചാട്ടവാറ് കൊണ്ട് അടിച്ചിട്ടാണ് ഇന്ത്യൻ ജനാധിപത്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പുറത്താക്കിയതെങ്കിൽ പിണറായി വിജയന്റെ പാർട്ടിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ കേന്ദ്രത്തിന്റെ അന്വേഷണ ഏജൻസി വന്ന് പണം കെട്ട കള്ളന്മാരെ പിടിച്ചുകൊണ്ടുപോയി ജയിലിലടക്കാൻ അനുവദിക്കാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നല്ലവരായ നേതാക്കന്മാര് പരിശ്രമിക്കേണ്ടത്. നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, നിങ്ങളുടെ ഭാര്യയ്ക്ക് സാരി വാങ്ങിയിട്ടില്ലല്ലോ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ഈ പാവപ്പെട്ടവന്റെ കട്ടുപിടിച്ച പണമെടുത്തിട്ടില്ലല്ലോ. പിന്നെ എന്തിനാണ് ഈ പൊന്നുതമ്പരാൻ പിണറായി വിജയന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് നാണം കെടുന്നത് എന്ന് ഈ തൃശ്ശൂർ പേരൂരിലെയും കേരളത്തിലെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ചിന്തിച്ചില്ലെങ്കിൽ മൻമോഹൻ സിംഗ് ഗവൺമെന്റിനെ, കോൺഗ്രസ് ഗവൺമെന്റിനെ ജനാധിപത്യത്തിന്റെ ചൂലുകൊണ്ട് അടിച്ചു പുറത്താക്കിയതുപോലെ ഇവിടത്തെ പശ്ചിമ ബംഗാളിൽ വികസനമില്ലാത്ത ഗവൺമെന്റിനെ അധികാരത്തിന്റെ പുറംപോക്കിലേക്ക് മാറ്റിയതുപോലെ ത്രിപുരയിലെ ഗവൺമെന്റിനെ അധികാരത്തിൽ നിന്ന് മാറ്റിയതുപോലെ ഈ അഴിമതി നടത്തിയിട്ടുള്ള പിണറായി വിജയൻ ഗവൺമെന്റ് ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നാളെ അനിഷ്പ്രയുടെ പരസ്യം പോലെ കണ്ടുപിടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കേരളത്തിൽ ഈ പാർട്ടിയെ മാറ്റേണ്ട സാഹചര്യമാണ് നിങ്ങളുടെ നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കാൻ ഈ അവസരത്തെ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ.